ഒരുപാട് രാഷ്ട്രീയ വിവാദങ്ങളുണ്ടായ ഉപതെരഞ്ഞെടുപ്പ് നടന്ന പാലക്കാട് മണ്ഡലത്തിൽ പാലക്കാട്ട് രാഹുൽ മാങ്കൂട്ടത്തിലിന് എത്ര മാർക്ക്? മാർക്കേ ഉള്ളൂ. റാങ്ക് 122 ആണ്. ഈ വിവാദങ്ങളൊക്കെ വന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഉയർന്ന മാർക്കും റാങ്കും കിട്ടിയത് ആദ്യ 10 വന്നേക്കുമായിരിക്കും. അദ്ദേഹത്തിന്റെ അവിടുത്തെ ആ ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ഗ്ലാമർ, അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ പ്രസൻസ് ഒക്കെ, പാലക്കാട് പോലൊരു മണ്ഡലം അവിടെ UDF വലിയ സ്വാധീനമുള്ള മണ്ഡലമാണ്. നമ്മൾ സാമ്പിളുകൾ ശേഖരിച്ചത് അവിടെ മാത്തൂര്, പാലക്കാട് നഗരസഭ പ്രദേശങ്ങളിൽ ആണ്. അപ്പം ഈ മാർക്ക് അത്ര ഭേദപ്പെട്ട മാർക്കല്ല. 54 മാർക്കല്ലേ ഉള്ളൂ, ശരാശരിക്ക് താഴെ. കിട്ടിയ അവസരം കൊണ്ടുപോയി കളഞ്ഞു. അതെ, ഉറപ്പായിട്ട് ശരാശരിക്ക് താഴെ. അത് നമ്മൾ പറയുകയാണെങ്കിൽ പല പരാജയപ്പെട്ട MLA-മാരെ നമ്മൾ സർവേയിൽ UDF സീറ്റ് തിരിച്ചു പിടിച്ച മണ്ഡലങ്ങളിലെ MLA-മാർക്ക് ലഭിച്ച ഒരു മാർക്കിന്റെ റേഞ്ചാണ് 84.73. ഈ വിവാദങ്ങളൊക്കെ വോട്ടിനെ സ്വാധീനിക്കുമോ? പാലക്കാടൻ കോട്ട കോൺഗ്രസിനെ സംബന്ധിച്ച് തകർന്ന് പോവുകയാണോ? പാലക്കാടിന്റെ ജനമനസ്സെന്ത് സ്ക്രീനിൽ. എന്നാലും UDF തന്നെ 39.88, NDA രണ്ടാമത് 34.85, LDF 25.27. ഈ വിവാദങ്ങൾക്കെല്ലാം ഇടയിലും 39.98, 5.03 ലീഡ്. അവിടെ സ്ഥാനാർത്ഥി, അതായത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആരാണെന്ന് അറിയാതെയാണ് ഈ 5.03 കിട്ടുന്നത്. ഉപതെരഞ്ഞെടുപ്പിന്റെ ലീഡില്ല, ഉപതെരഞ്ഞെടുപ്പിന്റെ ഭൂരിപക്ഷത്തിലേക്ക് എത്തില്ല. അപ്പൊ 5.3 അവിടെ BJP-യുടെ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ ആവുന്ന ഏകദേശം അല്ല, ധാരണയ്ക്ക് മുമ്പാണ് ശോഭാ സുരേന്ദ്രൻ സമയത്ത് കായംകുളം, അരൂർ അല്ലെങ്കിൽ എവിടെ മത്സരിക്കുന്നതാണ്. അവിടെ ശോഭാ സുരേന്ദ്രനാണ് സ്ഥാനാർത്ഥി എന്നില്ല. അവിടെ ഒരു മുന്നണിക്കും ഒരു സ്ഥാനാർത്ഥിയും മത്സരിക്കുമെന്ന് ഒരു ധാരണ ജനങ്ങൾക്കിടയിൽ ഇല്ലാത്ത സമയത്താണ് സർവേ നടത്തുന്നത്. UDF-ന് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. 5.3% വോട്ടാണ്. ഇവിടെ ഞാൻ പറഞ്ഞ മറ്റേ ഫാക്ടർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പാലക്കാട് UDF-ന് ഒരു സീറ്റ് കൊടുക്കാനാണോ LDF ശ്രമിക്കുക? എണ്ണം വർദ്ധിപ്പിക്കാൻ BJP ജയിച്ചാലും ഭരണത്തിൽ അത് ബാധിക്കില്ല എന്ന് CPM ലെഫ്റ്റ് അനുഭാവികൾ ചിന്തിച്ചാൽ ഒരു പക്ഷേ BJP-ക്ക് ഈ പറയുന്ന ലീഡുകൾ മാറി മറിയാം. അല്ലെ, CPM-നെ സംബന്ധിച്ച് സ്ഥാനാർത്ഥി ആയിട്ടില്ല. എന്തായാലും സരിൻ അല്ല എന്ന് ഉറപ്പായിട്ടുണ്ട്. അവർക്ക് പുതിയൊരു സ്ഥാനാർത്ഥി വേണം. കഴിഞ്ഞ തവണ CP പ്രമോദ് ആയിരുന്നു അവിടെ മത്സരിച്ചിരുന്ന ആൾ. രമേശ് പിഷാരടിയാണ് ഇപ്പോൾ കോൺഗ്രസ് പുഷ് ചെയ്യുന്നത്. ശോഭാ സുരേന്ദ്രനും രമേശ് പിഷാരടിയും തമ്മിൽ മത്സരം നടന്നാൽ ഈ ഫിഗേഴ്സ് ആയിരിക്കുമോ വരിക എന്നൊരു പ്രശ്നമുണ്ട്. അത് എങ്ങോട്ടും അറിയാം. എന്തായാലും നിലവിൽ അവിടെ 5% മുകളിൽ ലീഡ് പാലക്കാട് മണ്ഡലത്തിൽ UDF-നാണ്. അപ്പൊ നമ്മൾ 140 മണ്ഡലങ്ങളും ടച്ച് ചെയ്ത് കഴിഞ്ഞു.